ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 7 ദിവസം. പ്രകടന പത്രിക പുറത്തിറക്കി LDFും UDFും. താരപ്രചാരകരെ കളത്തിലിറക്കി NDA. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് സമാപനം കുറിച്ച് ഇന്ന് ആറാട്ട്. തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നത് കണക്കിലെടുത്ത് ഇറാനിലെ സൈനിക നടപടികൾ ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് ചർച്ചയ്ക്കെടുത്തേക്കും. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം ഫെബ്രുവരി 13 അവസാനിച്ചിരുന്നു. കഴിഞ്ഞ മാസം 8 തുടങ്ങിയ രണ്ടാം ഘട്ടത്തിൽ ധനബിൽ 2026 പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ഇന്നലെ പ്രത്യേക യോഗം ചേർന്നു. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവയുടെ നടപടികൾ, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്വീകരിക്കേണ്ട ഭാവി പരിപാടികൾ എന്നിവ യോഗം അവലോകനം ചെയ്തു. ഈ വിഷയത്തിൽ ചേരുന്ന രണ്ടാമത്തെ യോഗമാണ് ഇത്. സംഘർഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ രാജ്യത്തെ സാധാരണക്കാരിൽ എത്താതിരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് 7 ദിവസം ബാക്കി നിൽക്കെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നണികൾ. ദേശീയ നേതാക്കളെയടക്കം മണ്ഡലങ്ങളിലെത്തിച്ച് പ്രചാരണം ഊർജിതമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ശനിയാഴ്ച തിരുവനന്തപുരത്തും തിരുവല്ലയിലുമെത്തും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് NDA പ്രചാരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലെത്തും. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തുമെത്തും. പ്രചാരണത്തിൽ LDF നേതാക്കളും കൂടുതൽ സജീവമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികകൾ LDF, UDF മുന്നണികൾ ഇന്ന് പുറത്തിറക്കി. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ കോഴിക്കോട് നടന്ന ചടങ്ങിലാണ് പത്രിക പുറത്തിറക്കിയത്. കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക, പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. UDFന്റെ പ്രകടന പത്രിക കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കൾ ചേർന്ന് പുറത്തിറക്കി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം തുടങ്ങിയവയാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജുള്ള ഭക്ഷ്യാരോഗ്യ സുരക്ഷാ കാർഡ്, എയിംസ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം NDA പുറത്തിറക്കിയിരുന്നു. കൊല്ലം ജില്ലയിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള അവബോധ പ്രവർത്തനങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ട് അഭ്യർത്ഥനകളുമായി സ്ഥാനാർത്ഥികളും സജീവമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടികൾ ഒന്നൊന്നായി പൂർത്തിയാക്കുകയാണ് ജില്ലാ ഭരണകൂടം. വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി അവ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വോട്ടിംഗ് ശതമാനം ഉയർത്താൻ ലക്ഷ്യമിട്ട് വിവിധ ക്യാമ്പയിനുകളും സ്വീപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യണം എന്ന സന്ദേശത്തിന്റെ പ്രചാരണത്തിനായി ഇന്നലെ കായലിൽ റാലി നടത്തി. പോളിംഗ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ രണ്ടാം ഘട്ട പരിശീലനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതേസമയം പൊള്ളുന്ന വെയിൽ പോലും കാര്യമാക്കാതെ സ്ഥാനാർത്ഥികൾ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി പ്രമുഖ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ എത്തിയിരുന്നു. അവശ്യ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുടെ വോട്ടിംഗ് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. ഫോം 12D മുഖേന തപാൽ വോട്ടിന് അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വോട്ടർമാർ പോസ്റ്റൽ വോട്ടിംഗ് സെന്ററിലാണ് വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയത്. ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലായി 21 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ നിന്നും അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വദേശത്തേക്ക് മടങ്ങുന്നു. ജില്ലയിലെ നിർമ്മാണ, തോട്ടം മേഖലകളിലും ഹോട്ടൽ ബിസിനസ് രംഗത്തും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
കേരളത്തിനൊപ്പം അസമിലും ഏപ്രിൽ 23-ന് ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാടണയുന്നത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി ബംഗാൾ സ്വദേശികളിൽ ഭൂരിഭാഗവും നേരത്തെ തന്നെ പോയിരുന്നു. തെരഞ്ഞെടുപ്പിന് പുറമെ ഈ സംസ്ഥാനങ്ങളിലെ വിവാഹ സീസണും തൊഴിലാളികളുടെ മടക്കത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇനി ജൂൺ ജൂലൈ മാസത്തിലെ തൊഴിലാളികൾ കേരളത്തിലേക്ക് മടങ്ങി വരൂ. കട്ടപ്പനയിൽ നിന്ന് മാത്രം കഴിഞ്ഞ ദിവസം 6 ബസ്സുകളിലായിട്ടാണ് തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയത്. ഒറീസ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വേതനം വർദ്ധിപ്പിച്ചത് 1/3 തൊഴിലാളികൾ ഇനി മടങ്ങിവരാത്ത സാഹചര്യവും ഉണ്ടാക്കിയേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിനും എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്ന സ്വീപ് ബോധവത്കരണത്തിന്റെയും ഭാഗമായി കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ചേസ് ദ ഗ്രീൻ ട്രാക്ക് റൈഡ് വിത്ത് ഡിസ്ട്രിക്ട് കളക്ടർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി ബേക്കൽ കോട്ട വഴി ബേക്കൽ ബീച്ച് പാർക്കിൽ സമാപിച്ചു. പശ്ചിമബംഗാളിൽ എക്സിറ്റ് പോളുകൾക്ക് വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടി ദൃശ്യമാധ്യമങ്ങൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കും. ഈ മാസം 9-ന് രാവിലെ 7 മണി മുതൽ ആരംഭിക്കുന്ന വിലക്ക് 29-ാം തീയതി വൈകിട്ട് 6:30 വരെ തുടരും. അതേസമയം 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാലുകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കുകയാണ്. കുരിശുമരണത്തിന് മുൻപ് യേശുദേവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. ക്രിസ്തീയ ഭവനങ്ങളിൽ ഇന്ന് വൈകുന്നേരം അപ്പമുറിക്കൽ ചടങ്ങുകൾ നടക്കും. കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ഞായറാഴ്ചയാണ് ഈസ്റ്റർ വന്നെത്തുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൈങ്കുനി ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് ഇന്ന് വൈകുന്നേരം 5 മണിയോടെ ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ ഇന്ന് വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെ അടച്ചിടും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് വൈകുന്നേരം ശ്രീകോവിലിലെ ദീപാരാധനയ്ക്ക് ശേഷം ഗരുഡവാഹനത്തിൽ ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് പരശുരാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളുമായി ആറാട്ട് ഘോഷയാത്ര ശംഖുമുഖത്തേക്ക് പുറപ്പെടും. ശംഖുമുഖത്ത് വിഗ്രഹങ്ങൾ പൂജയ്ക്ക് ശേഷം സമുദ്രത്തിൽ ആറാടിക്കും. രാത്രി 10 മണിയോടെ വിഗ്രഹങ്ങളെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് തന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീബലിയും കൊടിയിറക്കവും നടക്കും. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന പൈങ്കുനി ഉത്സവത്തിന് സമാപനമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. സാഫ് അണ്ടർ 20 പുരുഷ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഫൈനലിൽ. മാലിയിൽ നടന്ന സെമി പോരാട്ടത്തിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ഇന്ത്യ കീഴടക്കിയത്. നാളെ നടക്കുന്ന ഫൈനലിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നത് കണക്കിലെടുത്ത് ഇറാനിലെ സൈനിക നടപടികൾ ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എപ്പിക് ഫ്യൂറി എന്ന സൈനിക ദൌത്യം വിജയകരമായിരുന്നുവെന്ന് ടെലിവിഷനിലൂടെ അദ്ദേഹം അറിയിച്ചു. ആണവായുധ ഭീഷണി, ഇറാന്റെ ഭീഷണി എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു ദിനത്തിനായി എല്ലാ അമേരിക്കക്കാർക്കും പ്രതീക്ഷ വയ്ക്കാമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 1319 പോയിന്റ് താഴ്ന്ന് 71,815-ലും നിഫ്റ്റി 414 പോയിന്റ് കുറഞ്ഞ് 22,266-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് 13,880 രൂപയും പവന് 1,120 രൂപ താഴ്ന്ന് 1,11,040 രൂപയുമാണ് ഇന്നത്തെ വില. നാസയുടെ ദശാബ്ദങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ചാന്ദ്രദൌത്യം ആർടെമിസ് 2 ഇന്ന് വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 3:54-നായിരുന്നു സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിന്റെ വിക്ഷേപണം. 50 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ചന്ദ്രനെ ലക്ഷ്യമാക്കി മനുഷ്യരുമായി ഒരു പേടകം കുതിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 7 ദിവസം. പ്രകടന പത്രിക പുറത്തിറക്കി LDFും UDFും. താരപ്രചാരകരെ കളത്തിലിറക്കി NDA. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് സമാപനം കുറിച്ച് ഇന്ന് ആറാട്ട്.
തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നത് കണക്കിലെടുത്ത് ഇറാനിലെ സൈനിക നടപടികൾ ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.